കോട്ട് കോളർ വരുന്ന ഒരു കുർത്തി കാണിക്കാമോ എന്ന് വെച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു കോട്ട് കോളർ വരുന്ന ഒരു ലോങ് ഡ്രസ്സാണ്. അപ്പോൾ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു എ ലൈൻ മോഡലിലെ നൈറ്റിയാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നൈറ്റി മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടൊരു പ്ലെയിൻ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ തുണി ഞാൻ നല്ല ഭാഗം അകത്തേക്കാക്കി വരുന്ന പോലെ ഇതുപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് മടക്ക് ഭാഗം വരുന്നത്. ഇത് ഓപ്പൺ സൈഡാണ്. ഷോൾഡറാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. 7.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. കോളർ കുർത്തി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ ഷോൾഡറിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂടുതൽ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ 14 ഫുൾ ഷോൾഡർ വരുന്നത്. അതിൻ്റെ പകുതി 7, പിന്നെ കോളർ ആയതുകൊണ്ട് 7.5 ഇഞ്ച് ആണ് ഷോൾഡർ ഞാൻ എടുത്തേക്കുന്നത്. ആം ഹോൾ ഞാൻ എടുത്തേക്കുന്നത് 7 ഇഞ്ചാണ്. പിന്നെ ചെസ്റ്റ് ഇവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 15 ഇഞ്ചാണ്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ 4 ഭാഗം എനിക്ക് 7.5 വരുന്നത്. 7.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ 50 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനൊരു ചെറിയ സ്ലീവാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ലൈനിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി വരുന്ന ലൈനിൻ്റെ ഒരു മിഡ് പോയിൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് കർവ് സ്കെയിൽ വീഡിയോയിൽ കാണുന്ന പോലെ മുകളിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ആം ഹോളിൻ്റെ കർവ് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിൻ്റെ ആം ഹോളാണിത്. ഇനി നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്യാം. ഫ്രണ്ടിൻ്റെ നെക്ക് വിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിട്ടും വരുന്ന ഒരു ബോക്സ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കേർവ്ഡ് യു പോലെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 3/4 ഇഞ്ച് വിട്ടില്ല, അത് നമ്മുടെ നെക്ക് വിട്ടിലേക്ക് ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. താഴത്തേക്ക് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് ആയിട്ട് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്ത് മുകളിലേക്കായിട്ടൊരു 2.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കേർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാനായിട്ട് അകത്തേക്കായിട്ട് ഇതുപോലെ ഒരു 3/4 ഇഞ്ച് അകത്തേക്കായിട്ട് ഇതൊന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് സ്ലാൻഡിങ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്രണ്ടിലെ കൈക്കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഷോൾഡർ മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട. ബാക്കിലെ ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ ഫ്രണ്ടിലെ പീസ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്ത പീസ് നിങ്ങൾ മാറ്റി വെക്കണം, അത് കളയരുത്, ആവശ്യമുണ്ട്. ഫ്രണ്ടിലെ കൈക്കുഴിയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിൽ നെക്ക് വിട്ട് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇറക്കം ഒരു 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ പീസിൻ്റെ തുണിയുടെ നീളം വരുന്നത് ഒരു 12 ഇഞ്ചാണ്. വീതി വരുന്നത് ഒരു 10 ഇഞ്ചാണ്. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്ത് വെച്ചാൽ നെക്കിൻ്റെ പീസില്ലേ, അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ഫാബ്രിക്കിലും 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെയും ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല ഭാഗത്തായിട്ട് ഈ ഒരു പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് ആ നോച്ചസ് ഒരുപോലെ വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ മിഡിൽ പോർഷനിൽ നിന്ന് താഴത്തേക്ക് ഒരു 4 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊന്ന് വരച്ച് മാർക്ക് ചെയ്യുക. ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ആ നോച്ച് വരുന്നിടത്തേക്ക് മാർക്ക് ചെയ്ത് അപ്പുറത്തേക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ.
ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്യാം. ഞാൻ ഒരു മുകളിൽ മാത്രം ചെറിയ പഫ് വരുന്ന ഒരു സ്ലീവാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തുണി ഞാനിവിടെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഈ തുണിയുടെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. വിട്ട് ഞാൻ മുകളിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 12 ഇഞ്ച് വിട്ട് എടുക്കുന്നുണ്ട്, 12.5 ഇഞ്ച് വിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തെ ബോട്ടം റൗണ്ട് ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പും കൂടി കൂട്ടി 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബോട്ടം റൗണ്ടും അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി സ്ലീവിൻ്റെ നല്ല ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ കൈക്കൂടി ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് കാണിച്ചതുപോലെ ഇതുപോലെ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നടുക്കിൽ നമ്മൾ ലൈൻ വരച്ചിട്ടില്ല, അതിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലൊക്കെ കോർണേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. കോർണേഴ്സൊക്കെ ഒന്ന് കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് ആ പോയിൻ്റൊക്കെ ഒന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരിക. നമ്മൾ നന്നായിട്ടൊന്ന് തേച്ചും കൂടി കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ആ 2 തുണികളില്ലേ, അതൊന്ന് ജോയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് തുണി പീസുകൾ രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. 2 പീസും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അകംഭാഗം 4 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഇല്ലേ, ആ റൗണ്ട് പോലെ കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കാവുന്നതാണ്. ഞാനിവിടെ 4 ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിലും ഫ്രണ്ടിലെയും ഷോൾഡേഴ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്കും ഫ്രണ്ടും ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കോളറിനുള്ള മെഷർമെൻറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നോച്ചസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കട്ടിങ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് പിടിച്ച് അപ്പുറത്തെ കട്ടിങ് വരുന്നവരെ എത്രയാണ് മെഷർമെൻറ്റ് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്നത് ഏകദേശം ഒരു 13.25 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അപ്പോൾ 13.25 ഇഞ്ചിൻ്റെ കോളറാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ ഡബിൾ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഒരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്, ഇത് ഇളകി പോകാതിരിക്കാനാണ്. ഈ പേപ്പർ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കോളറിൻ്റെ വിട്ട് ഒരു 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് 13.25 ഇഞ്ചല്ലേ കിട്ടിയത്. അപ്പോൾ 13.25 ഇഞ്ചിൻ്റെ പകുതി നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫോൾഡ് ചെയ്താണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ 6.875 കിട്ടിയേക്കുന്നത്. അതാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു 6.25 ഒരു പോയിൻ്റ് എന്ന കണക്കിന് ഇതുപോലെ മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചല്ലേ മാർക്ക് ചെയ്ത്, അതൊരു 3 ഇഞ്ച് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ. എന്നിട്ട് ഈ അറ്റത്തു നിന്നായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കേർവ് ചെയ്തിട്ട് നമുക്കൊന്ന് 2 പോയിൻ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാമേ. എല്ലാ കോളേഴ്സും എല്ലാ മെഷർമെൻറ്റും കോളേഴ്സ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൽ വേറെ വ്യത്യാസമൊന്നും വരില്ല. ഇനി നമുക്ക് ഇപ്പുറത്തേക്കായിട്ട് ഒരു 3/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കോളറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 2 പോയിൻ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ നിന്നായിട്ടൊരു 1/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് ജസ്റ്റ് കേർവ് ചെയ്ത് വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്കിത് ആദ്യത്തെ തവണ കാണുമ്പോൾ മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ 2 തവണ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ മെഷർമെൻറ്റിലുള്ള കോളർ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു കോളർ നമ്മുടെ തുണിയിലേക്ക് വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം, അയൺ ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് 4 സൈഡിലും തയ്യൽ തുമ്പ് വിട്ടിരിക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഈ അടിഭാഗം ഞാൻ ഒന്ന് ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കിത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് അഴിച്ച് കളയാനുള്ളതാണേ. ഇനി നമുക്ക് കോളർ ഇതുപോലെ മറ്റേ തുണിയുടെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ക്യാൻവാസ് പേപ്പറിൽ തട്ടാതെ അറ്റത്തായിട്ട് വരുന്ന പോലെ ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്കിയുള്ള എക്സ്ട്രാ ഉള്ള തുണികളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കോർണേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ. മറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയണും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളർ നല്ല സ്റ്റിഫായിട്ടിരിക്കും, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അതിനുശേഷം കോളറിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ മിഡിൽ പോയിൻ്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിനി കോളർ ജോയിൻ ചെയ്യാം. ഇതുപോലെ ബാക്കിൽ ആ നോച്ചും ഫ്രണ്ട് കോളറിൻ്റെ നോച്ചും ഇതുപോലെ വെച്ചിട്ട് തടുക്കുന്ന ഒരറ്റത്തേക്കായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. ഞാൻ ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്താണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗത്തേക്ക് വെച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കോളറിൻ്റെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരറ്റം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ അറ്റത്തേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരുവാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് തുണിയും ഒരുപാട് വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്കായിട്ട് ഇത് വെച്ച് മറിച്ചടിക്കാം. തയ്യൽ തുമ്പ് അകത്തേക്കാക്കി വെച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നമ്മുടെ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ആ സ്റ്റിച്ചൊന്ന് അഴിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവിൽ ഞാൻ മുകൾ ഭാഗത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, താഴ്ഭാഗത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് അടച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒരറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നോർമലി നമ്മൾ നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മിഡിൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരറ്റത്തേക്ക്, പിന്നെ അവിടെ സൂചി കുത്തി നിർത്തി ഇപ്പുറത്തേക്കാണ് പോവാറ്. ഞാൻ ഈ പ്ലീറ്റ്സ് ഇട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു അറ്റത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. കാരണം എക്സ്ട്രാ തുണി വരുവാണെങ്കിൽ അവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. 2 സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. 2 സൈഡിലെ സ്ലീവ് നമ്മൾ ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 2 സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്ത പോലെ മെഷർമെൻറ്റിൽ സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് വരുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ കോളറിൻ്റെ ഈ ഭാഗത്തായിട്ട് ബട്ടൺസൊക്കെ പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഫാബ്രിക് ബട്ടണൊക്കെ പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കോട്ട് കോളറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു മോഡൽ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.